ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതേ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അപ്പോൾ മീൻ കറി എന്താണെന്ന് വെച്ചാൽ മീൻ വങ്കടയാണ്. അപ്പോൾ അതേ നമ്മൾ പച്ചക്കുരുമുളകിലാണ് അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ കുഞ്ഞുള്ളി ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, കുരുമുളക് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു തക്കാളി വേണം. തക്കാളി പകുതി നമ്മൾ ചതക്കും, പകുതി നമ്മൾ കറിയിൽ അരിഞ്ഞിടുകയാണ്. അപ്പം ഞാനിതൊന്ന് ചതച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് മൺകലം ഗ്യാസിൽ മീൻ കറി ഉണ്ടാക്കാനായിട്ട് മൺകലം വെച്ചിട്ടുണ്ട്, അത് ചൂടാവട്ടെ. അപ്പം ഞാൻ കുഞ്ഞുള്ളി, കുറച്ച് വേപ്പില, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ തക്കാളിയും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് ടേസ്റ്റ് അറിയുള്ളൂ. പിന്നെ അതേ കുറച്ച് ഉലുവ, നമ്മൾ ചതച്ച് വെച്ചേക്കണം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അതുകൂടി നന്നായി മൊരിഞ്ഞ് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ വേണ്ട മീൻ കറി, നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ടേസ്റ്റിൽ ഉണ്ടാക്കണം. എന്നാലോ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ച് ഉണ്ടാക്കാം. പക്ഷേ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് നമ്മൾ മുളക് കറിയൊക്കെ ഇടൂലേ, അതേപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മറ്റേ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്, മത്തിക്കറിയുടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ടേക്കണം. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞാണ് ഇട്ടിടുന്നത്. തക്കാളി അരിഞ്ഞിടാം. ഇതിട്ടിട്ട് വല്ലാതെ അങ്ങോട്ട് തക്കാളി വേണ്ട, നമുക്കൊരു ഇത് കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമുക്കിനി ഇതിലേക്ക് പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടാം. അത് നമ്മൾ കുരുമുളകിലാണ് ഉണ്ടാക്കണം, അതുകൊണ്ട് മുളക് പൊടി ലേശം പൊടിക്കിട്ടിട്ടുള്ളൂ. കുരുമുളക് കറിയാണ് നമ്മൾ. മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു മല്ലിപ്പൊടി ഇടാം. ഒരു കറി നമ്മിങ്ങനെ വെക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി കൂടാൻ പാടില്ല. ഒരു കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ ഒരു പകുതി മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ, മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് നമ്മൾ മെയിൻ ഐറ്റം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, അതും കൂടി നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളി വേണം, കുടപ്പുളി ഇടണം. ഇതിലേക്ക് ഞാൻ കുടപ്പുളിയും കൂടി ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കാം, പുളി എന്തോരം വേണം എന്നുള്ളത് നോക്കിയിട്ടിടാം. നല്ല പുളിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിട്ട് കൊടുക്കണം.
മീൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ചേർത്താകുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. മീനിട്ടിട്ടതേ മീൻ കറി അടിപൊളിയായി തിളച്ച് സെറ്റായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കുരുമുളകിൽ മീൻ കറി ഇങ്ങനെയും ചെയ്യാം. ഇത് വങ്കട മീനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് മത്തിയോ അല്ലെങ്കിൽ അയില ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് തന്നെ നമുക്ക് പച്ചക്കുരുമുളക് ഇതൊക്കെ കൂടി അരച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് മുളക് കറി പോലെ ചെയ്യൂലേ, അതിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം മീൻ വറക്കാൻ എടുക്കുകയാണെങ്കിൽ പച്ചക്കുരുമുളക് അരച്ചിട്ട് മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരാം. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് സിമ്പിളായിട്ട് നിങ്ങളെ വീട്ടിലുള്ള കറികൾ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ കറികൾ ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായി ഉടനെ കാണാം. നമുക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വേറെ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരേക്കും ബായ് കൂട്ടുകാരെ.